നമ്മളിപ്പോൾ നിൽക്കുന്നത് മാധവം ക്രാഫ്റ്റ് ആൻഡ് ഗിഫ്റ്റ് ഹൗസിലാണ്. ഒരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ കൃഷ്ണ വിഗ്രഹങ്ങൾ ഇത്രയധികമായിട്ട് കാണുന്ന ഒരു സ്ഥലം, ഒരു കട നമുക്ക് തൃശ്ശൂർ എവിടെയും കാണാൻ പറ്റില്ല. ഒട്ടനവധി വ്യത്യസ്തമായ രീതിയിലുള്ള കൃഷ്ണന്റെ വിഗ്രഹങ്ങൾ പ്രധാനമായിട്ടും ഇവിടെ അവൈലബിൾ ആവുന്നത് മാർബിൾ ഉണ്ട്, ഫൈബർ ഉണ്ട്, മണ്ണിൻ്റെ ഉണ്ട്, ഇങ്ങനെ വുഡിൻ്റെ ഉണ്ട്. അതായത് ഡിഫറെൻ്റ് ആയിട്ടുള്ള എല്ലാ മെറ്റീരിയലിലും വളരെ വൈവിധ്യങ്ങളുള്ള വളരെ കളർഫുൾ ആയിട്ടുള്ള കൃഷ്ണ വിഗ്രഹങ്ങൾ, അതുപോലെ തന്നെയാണ് ബുദ്ധൻ്റെ വിഗ്രഹങ്ങൾ, ക്രാഫ്റ്റ് ഐറ്റംസ്. ഇതിൻ്റെ ഒരു വലിയൊരു ഹോൾസെയിലും എൻ്റെ റീറ്റെയിൽ ആയിട്ടുള്ള സ്ഥാപനമാണ്. നെറ്റിപ്പട്ടങ്ങളുടെ വലിയൊരു കളക്ഷൻ തന്നെയുണ്ട്. ഇതൊക്കെ ഇവിടെ നിർമ്മിക്കുന്നത് തന്നെ ഇവിടുത്തെ ഇതിൻ്റെ ഓണറായിട്ടുള്ള ചേച്ചിയാണ്. ആ ചേച്ചിയോട് തന്നെ നമുക്ക് ചോദിക്കാം എങ്ങനെയാണ് ഇതിൻ്റെ നിർമ്മാണം, അവരുടെ യൂണിറ്റുകളൊക്കെ ഉണ്ട്, അതിന്റെ വിശേഷങ്ങൾ നമുക്ക് നോക്കാം. എൻ്റെ പേര് ദീപ, കടയുടെ പേര് മാധവം ക്രാഫ്റ്റ്. അങ്ങനെ പഠിച്ചൊന്നുമില്ല, കണ്ടുപഠിച്ചു. പിന്നെയൊക്കെ നമ്മളെ മനസ്സിൽ തോന്നണ പോലെ ചെയ്ത് ഇങ്ങനെ സെറ്റായതാണ്. അത് പണ്ട് തൊട്ടുള്ളതല്ലേ. കൃഷ്ണൻ എന്ന് വെച്ചൊരു പ്രത്യേക ഇത് ഇഷ്ടമല്ലേ നമുക്ക്. കൃഷ്ണൻ എന്ന് വെച്ച് കഴിഞ്ഞാല് അത്രയും നമുക്ക് എത്ര ഒരിക്കലും മതിയാവില്ല, എന്തൊക്കെ ചെയ്താലും നമുക്ക് മതിയാവില്ല. അവിടെ ഫ്രണ്ടിലിരിക്കുന്ന കൃഷ്ണനാണില്ലേ, അത് ഞങ്ങൾ ചെയ്ത മുടിയൊക്കെ വെച്ചത് നമുക്ക് എന്നിട്ടും ഒരുക്കിയിട്ട് മതിയാവണില്ല. എത്ര ഒരിക്കലും നമുക്കത് പോരാന്ന് തോന്നാ. നമ്മളൊരു കുട്ടീനെ കാണുന്ന പോലെ നമുക്ക് കൃഷ്ണനെ കാണുമ്പോൾ. നമുക്ക് ഓരോ വീടുകളിൽ കൊണ്ടുപോകുമ്പോൾ അവര് കാണണം, അവര് പ്രാർത്ഥിക്കാനുള്ളതാണല്ലോ, അവര് അത്രയും സന്തോഷത്തോടെ കാണാനുള്ളതാ. അപ്പൊ അതുകൊണ്ട് നമുക്ക് എത്രത്തോളം ആളെ ഭംഗിയാക്കി അവർക്ക് കൊടുക്കാൻ പറ്റുമോ, അതാണ് നമ്മൾ ചിന്തിക്കുന്നത്. അത്രയധികം കുഴപ്പമൊന്നുമില്ല, പക്ഷെ ലാഭം എന്നല്ല. നമുക്ക് മെയിനായിട്ട് ആർക്ക് കൃഷ്ണ കൊടുക്കുന്നു സന്തോഷത്തോടെ കൊടുക്കുക, ചിരിച്ചിടെ കൊടുക്കുള്ളൂ, കൃഷ്ണ കൊടുക്കുള്ളൂ. പിന്നെ നമ്മളെ കുറെ നെഗറ്റീവ് പറയാനൊക്കെ കുറെ പേര് വരുന്നുണ്ട്. അപ്പൊ അങ്ങനത്തോരോട് നമ്മൾ മൈൻഡ് ചെയ്യില്ല. അല്ലാതെ വരുന്ന ആൾക്കാർ സന്തോഷത്തോടെ ചിരിച്ചിട്ടാണ് ഞങ്ങൾ കൃഷ്ണ കൊടുക്കുക. ഞങ്ങൾ എല്ലാവരോടും പറയാം, എന്തെങ്കിലും പരിപാടി ഉണ്ടെങ്കിൽ കൃഷ്ണനെ കൊടുക്കാനാ പറയാം. കാരണം കൃഷ്ണൻ നമ്മൾ ആർക്കെങ്കിലും പ്രസന്റ് കൊടുക്കുന്നത്, ദാനം കൊടുക്കുന്നത് നല്ലതാണ്. അത് നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ കുറെ കാര്യങ്ങൾ നടക്കും, നമ്മുടെ നടക്കാത്ത കുറെ കാര്യങ്ങൾ നടക്കും. ഏറ്റവും നല്ലതാണ് നമുക്ക് കൃഷ്ണനെ ആർക്കെങ്കിലും കൊടുക്കുന്നത്. എന്ത് പരിപാടിക്കായാലും ചെറിയ കൃഷ്ണനെ കൊടുക്കുന്നത് അത്രയും നല്ലതാണ്. അത്യാവശ്യം നമ്മളിവിടെ കേരളത്തിൽ ഒരു സ്ഥലത്തേക്ക് അയച്ചു കൊടുക്കുന്നുണ്ട്. ഞങ്ങൾ മെയിനായിട്ട് കൂടുതൽ ചെയ്യുന്ന നെറ്റിപ്പട്ടങ്ങളാണ്. ഇത് നമ്മളിപ്പോൾ ഈ സീസണിൽ പിന്നെ നമ്മുടെ വെറൈറ്റി കുറച്ച് ഐറ്റംസ് മാത്രമാണ് നമ്മൾ ചെയ്യണുള്ളൂ. നെറ്റിപ്പട്ടം എന്ന് പറഞ്ഞാൽ എൻ്റെ വീട്ടിൽ 18 ആൾ പണിയണതാണ്. അതും നമ്മൾ എത്രത്തോണ്ട് വെറൈറ്റി ചെയ്യാൻ പറ്റും, അങ്ങനെയൊക്കെ വെറൈറ്റി. ഇപ്പോൾ ഇതൊക്കെ കാണാൻ പറ്റും, നിങ്ങളിപ്പോൾ കാണാത്തൊരു ഐറ്റം ഉണ്ട്. ഇതൊക്കെ 2 ലെയറൊക്കെ വെച്ച് ഒരുപാട് വെറൈറ്റി ഉണ്ട് നമ്മുടെ നെറ്റിപ്പട്ടത്തിൽ തന്നെ. കുഴപ്പമില്ല. പക്ഷെ കഴിഞ്ഞ പ്രാവശ്യത്തെ അത്രയൊന്നും ഇല്ല. പിന്നെ ഹോൾസെയിലൊക്കെ പോയി കഴിഞ്ഞു. കഴിഞ്ഞ പ്രാവശ്യത്തെ ഒരു തിരക്കില്ല, എന്നാലും കുഴപ്പമില്ല. ഞാന് സ്വന്തമായിട്ട് തുടങ്ങിയിട്ടുള്ളതാണ്. തീർച്ചയായും. കാരണം വെച്ചാൽ വേറൊരു ഫീൽഡിൽ നിന്ന് തന്നെ ഇങ്ങോട്ട് തട്ടി കുറച്ച് കൊണ്ടിട്ടുള്ളതാണ്. അത് തന്നെ ഇങ്ങോട്ട് കൊണ്ടിട്ടുള്ള തന്നെ, കൃഷ്ണന്റെ അടുത്തേക്ക് കൊണ്ടിട്ടുള്ള തന്നെയാണ്. വലിയൊരു പ്രശ്നത്തിൽ കൂടെ എന്നെ ഇങ്ങോട്ട് എത്തിച്ചിട്ടുള്ളതാണ്. നമ്മളിവിടെ എത്രയും കൃഷ്ണന്മാരെ നടക്കിയിരിക്കുന്നതല്ലേ, അപ്പൊ നമുക്ക് അത്രയും സന്തോഷമല്ലേ. അത്രയധികം കൃഷ്ണന്മാരെ കാണുമ്പോൾ നമുക്ക് അത്രയും സന്തോഷമാണ്. ഇവരുടെ അടുത്ത് നിൽക്കുമ്പോൾ തന്നെ നമുക്ക് ഇപ്പോൾ സ്ത്രീകളെന്ന് പറയുമ്പോൾ സ്ത്രീകൾക്ക് ഏറ്റവും അധികം കമ്മ്യൂണിക്കേഷൻ ചെയ്യാൻ പറ്റിയ ഒരാൾ കൃഷ്ണനാണ്.